ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. മഞ്ഞപ്പിത്തം പടരുന്ന അനങ്ങനടി മേഖലയിലെ ശുദ്ധജലത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം. പൊതു ടാപ്പുകളിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിൽ ഉൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്ന കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കിണറുകൾ ഉൾപ്പെടെ സ്വകാര്യ ജലസ്രോതസ്സുകളിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിലും കോളിഫോം സാന്നിധ്യമുണ്ട്. മലിനമായ വെള്ളം ഉപയോഗിക്കരുതെന്ന് ശുദ്ധജല വിതരണ പദ്ധതി ഏകോപിപ്പിക്കുന്ന പഞ്ചായത്തിനും സ്വകാര്യ വ്യക്തികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. 100 മില്ലി വെള്ളത്തിൽ 10 മുതൽ 12 വരെയാണ് കോളിഫോമിൻ്റെ അളവ്. പരിശോധനയ്ക്ക് വിധേയമാക്കിയ സാമ്പിളുകളിൽ എല്ലാറ്റിലും കോളിഫോമിൻ്റെ സാന്നിധ്യമുണ്ടെന്നാണ് വിവരം. അതേസമയം കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ അനങ്ങനടിയിൽ 71 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്ക്. കോതക്കുറിശി, അനങ്ങനടി, അമ്പലവട്ടം പ്രദേശങ്ങളിലാണ് രോഗബാധ. ഡിസംബറിൽ 6 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരുന്നു. ഛർദി, പനി, ക്ഷീണം, ചർമ്മത്തിലെയും കണ്ണുകളിലെയും മഞ്ഞനിറം, സന്ധിവേദന, തലവേദന, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. രോഗബാധയ്ക്ക് പിന്നാലെ ആരോഗ്യവകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെങ്കിലും പൂർണ്ണതോതിൽ നിയന്ത്രണ വിധേയമായിട്ടില്ല. ക്ലോറിനേഷനും അംഗനവാടികൾ കേന്ദ്രീകരിച്ച് ജാഗ്രതാ ബോധവൽക്കരണ പരിപാടികളുമാണ് പുരോഗമിക്കുന്നത്. അതേസമയം ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ മഞ്ഞപ്പിത്ത രോഗം ബാധിച്ചിട്ടുള്ളത് 46ഓളം ആളുകൾക്കാണ്. 8 പേരോളം ഒറ്റപ്പാലത്ത് താലൂക്ക് ഹോസ്പിറ്റലും അതുപോലെ തന്നെ PK ദാസ്, ഒളവനോട് ഉൾപ്പെടെയുള്ള സ്വകാര്യ ഹോസ്പിറ്റലുകളിലും അഡ്മിറ്റായിട്ട് കിടക്കുന്നുണ്ട്. വ്യാപകമായൊരു മഞ്ഞപ്പിത്തത്തിൻ്റെ സ്രോതസ് എന്ന് നമ്മൾ ഏകദേശം നിരീക്ഷണത്തിൽ മനസ്സിലായിട്ടുള്ളത് കനാൽ വെള്ളം തന്നെയാണ്. കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രിയപ്പെട്ട പ്രസിഡൻറ്റിൻ്റെയൊക്കെ നേതൃത്വത്തിൽ തന്നെ അടിയന്തരമായിട്ട് തന്നെ ഞങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. 17 വാർഡുകളിലും ആരോഗ്യ ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും ഒരുവിധം അത് നടന്നു വരികയാണ്. നാളെ ഒരു 4 വാർഡ് കൂടി കഴിഞ്ഞാൽ 17 വാർഡിലും ആരോഗ്യ ജാഗ്രതാ സദസ്സുകൾ നടന്നു കഴിയും. അംഗൻവാടികളും വിദ്യാലയങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിനകത്തെ ഹോട്ടലുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, പൊതു കിണറുകൾ, പൊതു ജലസ്രോതസ്സുകൾ മുഴുവൻ ക്ലോറിനേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി സാധ്യമായ എല്ലാ ഇടപെടലും നടത്തിയിട്ട് തന്നെ ഇത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് നേതൃത്വം നൽകുന്നത്. പിടിച്ച് നിർത്താൻ കഴിയും എന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. സാധ്യമായ ഇടപെടലുകളൊക്കെ ഇതിനകം നമ്മൾ ചെയ്തിട്ടുണ്ട്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.